ഹായ് സുഹൃത്തുക്കളെ, ഇപ്പോൾ സമയം ഏകദേശം 4:30 മണിയായി. 4:30 മണിക്ക് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ എവിടെയല്ല, നമ്മുടെ വയനാടിൻ്റെ മീശപ്പുലിമലയായ കുറുമ്പാലക്കോട്ടയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ നടന്നിട്ടാണ് പോകുന്നത് കേട്ടോ. കാരണം വണ്ടികളിലൊക്കെ പോകാൻ ജീപ്പുണ്ട്, ബൈക്ക് എടുത്തിട്ട് പോകുന്ന ആൾക്കാർക്ക് അതിൻ്റെ അടിവാരം വരെ ബൈക്കൊക്കെ എടുത്ത് പോകാം. പക്ഷെ നമ്മൾ നടന്നാൽ പോകുന്നത്. ഇവിടെ പോകുന്ന വഴിക്ക് തന്നെ നല്ല നിലാവ് കേട്ടോ, വേറെ ടോർച്ചിൻ്റെ ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മളതിൻ്റെ ടോപ്പിലെത്തി. ഇരുടായതുകൊണ്ടാണ് കൂടുതൽ അവിടെയുള്ള ഭാഗങ്ങൾ എടുക്കാത്തത്. പക്ഷേ നമ്മളോട് ടോപ്പിലെത്തിയിട്ടുള്ള ഒരു പോർഷനാണ് ഇതിങ്ങനെ കാണിച്ചിരുന്നത്. പള്ളിപ്പെരുന്നാൾ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് വ്യൂ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. അതിൻ്റെ ചുറ്റിലും ഉള്ളൊരു കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇനി വെയിറ്റിംഗ് ആണ്. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. കോട്ടത്തുറ ഭാഗത്തുള്ളൊരു കുന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ കുറുമ്പാലക്കോട്ട എന്ന് പറയുന്നത്. ഏകദേശം നമ്മുടെ ഒരു സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 991 മീറ്റർ ഉണ്ട്. 3751 അടിയോളം വരും എന്തായാലും ഏകദേശം. ഇതൊരു അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണ്. കാരണം വിനോദസഞ്ചാരികൾക്കും ഇവിടെ വന്നു പോകുന്ന ആളുകൾക്കൊക്കെ ഒരു നല്ലൊരു വൈബ് തന്നെയാണ് ശരിക്കും. നമ്മളിപ്പോൾ പോയി ഇപ്പം നേരെ ഇങ്ങനെ വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. വെളുത്ത് തുടങ്ങുമ്പോൾ തന്നെ അവിടെ തന്നെ നമ്മളിങ്ങനെ ചുവന്ന കളറിൽ ഇങ്ങനെ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഒരു വെളിച്ചം ഇങ്ങനെ കാണുന്നുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് സമയം കൂടി കാത്തിരിക്കണം, എന്നാൽ മാത്രമാണ് അതിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വന്നപ്പോൾ തന്നെ കാണാൻ പറ്റിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻ്റൊക്കെ അടിച്ചിട്ട് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. കാരണം ലേഡീസിനും ജെൻസിനൊക്കെ ഒരേപോലെ എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്പോട്ട് തന്നെയാണത്, വളരെ പെട്ടെന്ന് തന്നെ. അപ്പോൾ നമ്മൾ ഏകദേശം അങ്ങനെ നല്ല വെളിച്ചെങ്ങനായി വരുന്നുണ്ട്. കൽപ്പറ്റയിൽ നിന്ന് കമ്പളക്കാട് എത്തി കമ്പളക്കാട് വഴി ഈ കുറുമ്പാലക്കോട്ടയിലേക്ക് വരാം കേട്ടോ. കാരണം പള്ളിക്കുന്ന് ഭാഗത്തുനിന്ന് വരാം, കമ്പളക്കാട് ഭാഗത്തുനിന്ന് വരാം. 2-3 വഴികളുണ്ട്. അപ്പോൾ ആ വഴിയിലൂടെയൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. ട്രക്കിംഗ് ഒക്കെ നടത്താവുന്നവർക്ക് ഒരു അടിപൊളി സ്പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഈ ഒരു കുറുമ്പാലക്കോട്ട എന്ന് പറയുന്നത്. കാരണം നമുക്ക് നടന്നു പോകുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നത് നല്ലൊരു വൈബാണ്. കാരണം നമ്മളൊക്കെ ഈ ഒരു സമയത്തിൻ്റെ ആ ഒരു പുലർച്ചെ സമയത്തിൻ്റെ കയറ്റം കയറിയപ്പോൾ നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു കുന്ന് കയറുകയല്ലേ, അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടില്ലേ. ഇപ്പോൾ അത് നല്ല തെളിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ കാഴ്ചകൾ കണ്ടില്ല. ഈ ഒരു സമയത്തിന് ഏകദേശം 5 കാലൊക്കെ ആയി തുടങ്ങി. നല്ല വെളിച്ചം വന്നു തുടങ്ങി. അതിൻ്റെ കൂടെയാണ് ഈ ഒരു മഞ്ഞും. അതായത് മേഘങ്ങളുടെ മുകളിൽ നിൽക്കുന്ന പോലെ ആയിരിക്കും നമ്മളിവിടെ നിൽക്കുക ശരിക്കും. അങ്ങനത്തെ ഒരു വൈബ് കേട്ടോ. അടിപൊളി വൈബ് പറഞ്ഞാൽ അടിപൊളി വൈബാണത്. വയനാട്ടിൽ വന്നു പോകുന്ന ആളുകൾ മസ്റ്റായിട്ടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് ഈ കുറുമ്പാലക്കോട്ട. നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മളെക്കാട്ടി മുന്നിൽ ഒരുപാട് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. കാരണം അവിടെ സ്റ്റേ ചെയ്തിട്ടും ടെൻ്റ് അടിച്ചിട്ടും ഞങ്ങൾ വരുന്നതിന് മുമ്പായിട്ടും ഒക്കെ ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 4:30 മണിക്കാണ് ഞങ്ങളവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് കയറുന്നത്. പക്ഷെ അതിനു മുമ്പ് ആളുകളവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഒന്നുകൂടെ. പക്ഷെ നല്ല തണുപ്പാട്ടോ. കുന്നിൻ്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഒടുക്കെ തണുപ്പ്. നമ്മൾ രാത്രി കയറുമ്പോൾ തന്നെ നല്ല തണുപ്പുണ്ട്. പക്ഷെ അതിൻ്റെ മുകളിലേക്ക് എത്തിയപ്പോൾ തണുപ്പ് ഒന്നും കൂടെ കൂടി. പിന്നെ നല്ല കാറ്റും ഉണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലാവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ശരിക്കും ഈ റൂട്ടിനെ കുറിച്ചിട്ട് ആളുകൾക്ക് പല വിധത്തിലുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ശരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കൽപ്പറ്റയാണ് വയനാടിൻ്റെ ഒരു മെയിൻ കേന്ദ്രം എന്ന് വിചാരിക്കുക. കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം കമ്പളക്കാട് വഴി കുറുമ്പാലക്കോട്ടയിലേക്ക് ഒരു 7 കിലോമീറ്റർ ദൂരമുണ്ട്. അതേപോലെ നമ്മളെ മാനന്തവാടി പക്കരതളം ചുരം വഴി വന്ന കോറം കെല്ലൂരുണ്ട്. ആ കെല്ലൂർ വഴി കുറുമ്പാലക്കോട്ടയിലേക്ക് എത്താം. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെമ്പ്രമലയുടെ വ്യൂവും ബാണാസുര മലയുടെ വ്യൂ ഒക്കെ ഇവിടെ നിന്ന് കാണാം. ശരിക്കും ഇവിടെ നമ്മൾ സൺറൈസും സൺസെറ്റും ഇവിടെ കാണാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണത്. പക്ഷെ നമ്മൾ പകലൊക്കെ കയറുമ്പോൾ ഉച്ചയ്ക്കൊക്കെ കയറുമ്പോൾ നല്ല റിസ്കി ആയിട്ടായിരിക്കും നമ്മൾ കയറി ചെല്ലേണ്ടത്. പക്ഷെ പുലർച്ചയ്ക്കൊക്കെ ആകുമ്പോൾ ഈ ഒരു പ്രശ്നം വരില്ല നമുക്ക്. പക്ഷെ നല്ല മഞ്ഞുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും, നല്ല മഞ്ഞുള്ള സമയത്ത്. ഇപ്പോൾ അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലായതുകൊണ്ട് ഇപ്പോൾ ടിക്കറ്റോ മറ്റുള്ള ചാർജസോ കാര്യങ്ങളില്ല. നമ്മൾ കാറ് പാർക്ക് ചെയ്യുന്ന ഏരിയയിൽ മാത്രം വണ്ടിയുടെ പാർക്കിംഗ് ചാർജ് മാത്രം കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് വേറെ ഫീയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇനി കുറച്ച് കഴിയുമ്പോൾ DTPCയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഏറ്റെടുക്കുമ്പോഴാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇനി മാറുക. അല്ലെങ്കിൽ പൈസ അടച്ചിട്ടുമായിരിക്കും അങ്ങോട്ട് പ്രവേശനം അനുവദിക്കുക എന്നൊക്കെ ആയിരിക്കും ഇനി ഉണ്ടാവുക.
ഈ കുറുമ്പാല കോട്ടയിലേക്കുള്ള ഒരു യാത്ര തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. കാരണം നമുക്കിത് വേറെ ഒന്നും ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം വയനാട്ടിൽ തന്നെ ഒരുപാട് മലനിരകളുണ്ട്. പക്ഷെ അതിലേറ്റവും ചെറിയൊരു മലനിരയാണ് ഈ കുറുമ്പാലക്കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വളരെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു കുന്നുംപുറം തന്നെയാണിത് കുറുമ്പാലക്കോട്ട. അപ്പോൾ ഏകദേശം സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. ചെറിയ ചെറിയ പോർഷൻ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് നേരിട്ട്, അതായത് നമ്മൾ എത്ര വീഡിയോയിൽ എങ്ങനെയാണെങ്കിലും നമ്മൾ നേരിട്ട് അനുഭവിക്കുമ്പോൾ നമുക്കൊരു കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ഫീൽ തന്നെ ആയിരിക്കും. അത് നിങ്ങൾ നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു തന്നെയാണത്. ആ കാര്യത്തിൽ എന്താ പറയുക, ഒരു തർക്കവുമില്ല. എന്ത് ഭംഗിയാന്ന് നോക്കിയപ്പോൾ നമ്മളൊരു സാധാരണ ഒരു ചിത്രം വരച്ചിട്ട് കാണുന്ന പോലെയല്ലേ ഇവിടെ ഈ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ. അടിപൊളി കേട്ടോ, ഒരു രക്ഷയുമില്ല. കാരണം നമ്മളൊക്കെ വയനാട്ടുകാരനായിട്ട് പോലും നമ്മളൊക്കെ ഇപ്പോഴാണ് നമ്മൾ എത്തിപ്പെടുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ വയനാട്ടിൻ്റെ വേറെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ കുറുമ്പാലക്കോട്ട പോലത്തെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളിപ്പം വൈകിയാണ് എത്തിപ്പെടുന്നത്, വയനാട്ടുകാരനായി ഇരുന്നിട്ട് പോലും. കാരണം ആരും അറിയപ്പെടാതിരുന്നൊരു സ്പോട്ടായിരുന്നു ഇത്. പിന്നെ ബൈക്ക് റൈഡർമാർ ഇങ്ങനെ വന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് ഈ ഇതൊരു ടൂറിസം ഡെസ്റ്റിനേഷനായി മാറിയത്. കാരണം ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് കിട്ടുന്നത്. കാരണം നമുക്ക് ആദ്യം കിട്ടുന്നത് സൺറൈസ് വാലി ഉണ്ട്. സൺറൈസ് വാലി ഇവിടെ മേപ്പാടി ഭാഗത്താണ്, അവിടെയും കിട്ടും. പക്ഷേ അതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഒരു ഇത് കിട്ടുന്ന ഇവിടെ തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി വ്യൂ പോയിൻ്റൊക്കെ തന്നെയാണിത്. അതായത് പുലർച്ചയ്ക്ക് നടന്നതിൻ്റെ ആ ഒരു ക്ഷീണവും പിന്നെ നമ്മളെ ഭക്ഷണം കഴിച്ചതിൻ്റെ ഒക്കെ എല്ലാം തേച്ചു പോയതുകൊണ്ട് അതിൻ്റെ വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു കാഴ്ച കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്, മനസ്സിന് എന്തെന്നല്ലാത്തൊരു സന്തോഷമാണ്. ശരിക്കും യാത്രകളാണല്ലോ എപ്പോഴും നമ്മുടെ ഒരു എന്താ പറയുക, എല്ലാ ഫീലിങ്സും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്ന ഒരു വൈബാണ് യാത്രകൾ. എത്ര ദൂരത്തേക്കാണ് ഇതിങ്ങനെ പരന്ന് കിടക്കുന്നത് നോക്കിയേ. അടിപൊളി. പിന്നെ മുകളിൽ ചെറിയ കടകളൊക്കെ, 1-2 കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ചായ കുടിക്കാം, ചെറിയ സ്നാക്സ് കാര്യങ്ങളൊക്കെ കഴിക്കാം. അത് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം. രാത്രി അവിടെ തന്നെ വന്നിരിക്കുന്ന ആളുകൾ, ടെൻ്റ് അടിക്കുന്ന ആളുകളൊക്കെ ക്യാമ്പ് ഫയറൊക്കെ ചെയ്തിട്ടൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. ഉണ്ടല്ലേ, ഇപ്പോൾ ഏകദേശം നല്ല നേരം വെളുത്തു തുടങ്ങി. അതുകൊണ്ടല്ലേ കണ്ടമാന ആളുകൾ വരുന്നുണ്ട്. കാരണം നമ്മളിത് അറിയാത്തത് കൊണ്ടാണ്. ശരിക്കും നമ്മളവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ അറിയുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇറങ്ങുന്ന ആ ഒരു വഴികളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത്. ശരിക്കും നമ്മുടെ മുന്നേ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അപ്പോൾ ജീപ്പിലിങ്ങനെ ട്രിപ്പ് അടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അവർ പാട്ടും കാര്യങ്ങളൊക്കെ പാടിയിട്ടൊക്കെയാണ് പോകുന്നത്. നമ്മളത്തെ ടാറ്റയൊക്കെ തന്നിട്ടാണ് പോകുന്നത്. ഈ വഴിയിലൂടെയാണ് ഞങ്ങൾ രാത്രി നടന്നതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. കാരണം നല്ല നിലാവുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. കാരണം നിങ്ങൾ നേരത്തെ ഫസ്റ്റത്തെ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ല ഇരുടായിരുന്നു, നല്ല നിലാവുണ്ട്. പക്ഷേ ആ സമയത്ത് ഞങ്ങളൊരു മൊബൈലിൻ്റെ ടോർച്ചും പോലും ഓണാക്കാണ്ടാണ് കയറിയിട്ടുള്ളത്. കാരണം അത്രയും നമുക്ക് കാണാൻ പറ്റുന്ന വിധത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും അടിപൊളി വൈബാട്ടത്. പിന്നെ അവിടെ പ്രത്യേകം പറയേണ്ട കാര്യമല്ലല്ലോ, നമ്മൾ കൊണ്ടുപോകുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ ഡസ്റ്റ്ബിന്നിൽ തന്നെ നിക്ഷേപിക്കുക, അലക്ഷ്യമായിട്ട് വലിച്ചെറിയാണ്ടിരിക്കുക.